ഫണ്ണിന് വെറുതെ ആവശ്യമില്ലാതെ ചെയ്ത് നോക്കിയതാ. ചിലവരുടെ വീഡിയോയിലൊക്കെ കാണാം കത്തി എറിയുന്നു കുത്തി നിൽക്കുന്നു. കുറേ നേരം എറിഞ്ഞ് എൻ്റെ മൈൻഡ് എന്നോട് തന്നെ പറഞ്ഞു അതിനൊക്കെ പ്രാക്ടീസ് വേണ്ടി വരുമടാ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിന്ന് ക്വില്ലിങ് ആർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു അല്ലേ. നമ്മുടെ മെയിൻ പരിപാടി ക്വില്ലിങ് ആണല്ലോ, അതിനിടയ്ക്ക് പരിഗണിക്കണ്ടേ. ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും ആദ്യം ഓടി പോവുക പിൻട്രസ്റ്റിലേക്കായിരിക്കും. അത് ഞാനെന്നല്ല, മിക്ക ആർട്ടിസ്റ്റും അങ്ങനെ ആയിരിക്കും ചെയ്യാം. അങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഫ്ലവറാണ് കേട്ടോ അത്. ശരിക്കും ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടത് ഒരു ബേബി പിങ്ക് ഫ്ലവറാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വയലറ്റ് ചൂസ് ചെയ്തു. എപ്പോഴും യുണീക്ക്, അത് നമുക്ക് നിർബന്ധമാണല്ലോ. സംഭവം ഒറ്റ വാക്ക് പറഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെന്താ വെച്ചാൽ A4 സൈസ് പേപ്പറിനെ സ്ട്രിപ്പുകളാക്കി സ്ട്രിപ്പുകളെ വീണ്ടും സ്മോൾ സൈസ് പേപ്പറാക്കി ഒട്ടിക്കുമ്പോൾ ഉള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, മനസ്സിലായോ? അത് തന്നെ. കട്ട് ചെയ്യുമ്പോൾ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കട്ട് ചെയ്തതിനെ പശ തേച്ച് ഒട്ടിക്കുന്ന ഭാഗത്താണ് ഞാൻ പറഞ്ഞ കോംപ്ലിക്കേഷൻ കിടക്കുന്നത്. കൈ കൊണ്ട് ഒട്ടിക്കാൻ നല്ല പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലക്കർ ടൂൾ എടുത്തു. അത് വിചാരിച്ച് പ്ലക്കർ ടൂൾ കൊണ്ട് ചെയ്യുന്ന അത്ര സിമ്പിളാണെന്നല്ല, രണ്ടിനും നല്ല ക്ഷമ വേണം. അങ്ങനെ ഒന്നല്ല 2 ഫ്ലവർ ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലവർ ഭയങ്കര സിമ്പിളായിട്ടും താഴത്തെ ഫ്ലവർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ, കുറച്ചും കൂടെ സ്ട്രിപ്പുകൾ ആഡ് ആക്കി. നിങ്ങൾക്ക് ഇഷ്ടമായേ 1 or 2 കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.